ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ച് ചുരിദാർ കട്ട് നൈറ്റിയാണ്. അപ്പം നേരത്തെ ഞാനൊന്ന് പഠിപ്പിച്ചതായിരുന്നു. ചുരിദാർ കട്ട് നൈറ്റി സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനും പഠിപ്പിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം 3 ഓർഡർ ഒന്നിച്ച് രാവിലെ കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചിരുന്നു. അതിൽ ഒരെണ്ണം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തയ്ച്ചതിൽ ഹുക്ക് വെച്ചാണ് നമ്മൾ തയ്ച്ചത്. ഇതിൽ നമുക്ക് സിബ് വെച്ച് തയ്ച്ച് പഠിക്കാവേ. അപ്പോൾ ഹുക്ക് വെച്ചാണ് കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചത്. ഈ ചുരിദാർ കട്ട് നൈറ്റിയിൽ നമുക്ക് സിബ് എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് പഠിക്കാം. ഇതാ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ചുരിദാർ കട്ട് നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗം. ഇത് നെക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ സിബ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്രേ ഭാഗം ഒരു ഓപ്പൺ കൊടുത്തു. ഇത്രേ ഭാഗം ഒരു ഓപ്പൺ കൊടുത്തു. ആദ്യം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴും ആദ്യം നമുക്ക് നെക്ക് തന്നെയാണ് വെച്ച് വരേണ്ടത്. ആദ്യം നമുക്ക് നെക്ക് തയ്ക്കാം. നെക്ക് ഞാൻ എൻ്റെ സൈഡൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നെക്ക് നമുക്കിതിൽ വെച്ച് തയ്ക്കാം. ആദ്യം ഇതിൻ്റെ സൈഡ് അടിക്കണം, അതൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിലിപ്പോൾ കാണിക്കാത്തത്. അത് നമ്മൾ സൈഡ് നെക്ക് വെച്ചു. ഇനി ഈ സൈഡിലൂടെ ഇങ്ങനെ അടിച്ചെടുത്തു. ഇനി നമുക്കിതിൻ്റെ അഹം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വിടണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത് വിട്ട് ഇനി ഈ സൈഡിലൂടെ നമുക്ക് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. തുണി അകത്തോട്ട് മടങ്ങി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിനെ ഇതുപോലെ തിരിച്ചിടണം. അതുപോലെ ഈ സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് അകത്തോട്ടുള്ളിലേക്ക് ആക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. നമുക്ക് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് സിബ് വയ്ക്കാനുള്ളത് നോക്കാം. സിബ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ പീസ്, ഇതേപോലെ ഒരു ചെറിയ പീസ് ആദ്യം എടുക്കണം. എന്നിട്ട് ഇതൊന്ന് വെച്ച് നോക്കണം. ഇവിടെ നമുക്കൊന്ന് മടക്കാൻ വേണം. താഴെ ഭാഗം ഒന്ന് മടക്കി അടിക്കാനുള്ള ഇത് വേണം, ലെങ്ത് വേണം. എന്നിട്ട് നമ്മളിതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇതിൻ്റെ 3 സൈഡും മടക്കി അടിക്കണേ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ നമ്മൾ ഇവിടെ വരെ ഒന്ന് കട്ട് ചെയ്യണം. ഇതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മടക്കി അടിച്ചു, ഇവിടെ മടക്കി അടിച്ചു, ഇവിടെ മടക്കി അടിച്ചു. ഇതിൻ്റെ സെൻറ്റർ നമ്മൾ കട്ട് ചെയ്തു. ഇനി ഇതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ ഇങ്ങനെ വച്ച് നോക്കണേ.
ഇതിൻ്റെ എൻഡ് അവസാനിക്കുന്നിടത്ത് ഇതുപോലെ വെച്ച് നോക്കിയിട്ട് വേണം ഇത് വെച്ച് പിടിപ്പിക്കാൻ. വെച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഈ പീസിൽ ജോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒന്ന് മടക്കി കൊടുക്കണം മുകൾ ഭാഗം. ഇവിടെ സൂചി കൊണ്ട് ഇതുപോലെ നിർത്തിയിട്ട് നമുക്കൊരു ബോക്സ് പോലെ ഇങ്ങനെ തിരിച്ചിട്ട് ഈ പീസ് നമുക്ക് ഇതുപോലെ തയ്ച്ചു കൊടുക്കണം. സിബ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മുകൾ ഭാഗം വരുമ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ മടക്കി കൊടുക്കണം. ഇങ്ങനെ മടക്കിയെടുത്തു. എന്നിട്ട് ഇതിൻ്റെ എൻഡ് ഭാഗത്ത് ഈ കോണിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അവിടെ ഒന്ന് മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിന് നമുക്ക് തിരിച്ച് വെച്ച് സിബോർഡ് കൂടി വേണമെങ്കിൽ തയ്ക്കാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിത് വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം സിബ് വെച്ച് കാണിക്കാം, അല്ലെങ്കിൽ മനസ്സിലാകത്തില്ല. ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ആദ്യം നമ്മളിതിനെ ഒന്ന് മടക്കി അടിക്കാം. ഉള്ളിലോട്ട് ആക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഉള്ളിലോട്ട് മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇങ്ങനെ വരും. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഭാഗം. ഇനി ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് സിബ് വെച്ച് കൊടുക്കണം. ഇപ്പം ഇത് ഞാനിതിലൊരു ബ്ലാക്ക് കളർ സിബാണ് ഞാനിതിൽ വെക്കുന്നത്. റെഡ് കളർ സിബായിരുന്നു ഇതിൽ വെക്കേണ്ടത്. പക്ഷേ എൻ്റെ ഇതിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ബ്ലാക്ക് കളർ സിബാണ് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ കളർ ഉള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഈ സിബിൻ്റെ ഈ ഭാഗം നമ്മളൊന്ന് മടക്കി കൊടുക്കും. ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കും. ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോകണം. സിബ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേന് ഈ സിബിൻ്റെ ഇത് മുകളിലോട്ടാക്കി കൊടുത്താൽ മതിയേ. ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയിട്ട് ഇതിനെ തിരിച്ചു കൊടുക്കും. ഇങ്ങനെ ഇവിടെയും മുകൾ ഭാഗവും നമ്മളിങ്ങനെ ഒന്ന് തയ്ച്ച് എൻഡ് അവസാനിക്കാറാകുമ്പോൾ ഒന്ന് മടക്കി കൊടുക്കണം. എൻഡ് ഭാഗം സിബിൻ്റെ സിബ് വെച്ച് തയ്ക്കാൻ എളുപ്പമാണ്. നമ്മൾ സിബ് വെച്ചിട്ടുണ്ട്. സിബ് വെച്ചെടുത്തു. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്കൊരു പടി അടിച്ചു കൊടുക്കണം. ഇവിടെ അതിന് നമ്മൾ ഇവിടെ ഒന്ന് മടക്കി അടിക്കാൻ കുറച്ച് ഭാഗം വേണം. ഈ താഴോട്ടും കുറച്ച് ഭാഗം വേണം. ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള വീതി എടുക്കാം. കുറച്ച് വീതി ഒന്ന് കുറച്ച് കൊടുക്കണം. ഞാൻ ഇത്ര വീതിയാണ് എടുത്തേ. ഇതിന് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കണം. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും തിരിച്ച് മടക്കണം. ഇതുപോലെ. എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൽ വെച്ച് തയ്ച്ചാലും മതി. ഞാനിപ്പം തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി അതിലങ്ങ് ജോയിൻ ചെയ്താൽ മതിയേ.
ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ബുദ്ധിമുട്ടല്ലേ. ഇങ്ങനെ നമ്മളൊന്ന് ജോയിൻറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ ഈ ഭാഗത്ത് വെച്ച് പിടിപ്പിക്കണം. താഴോട്ടൊരു പടി വെച്ച് ഫ്രണ്ടിലെ പടി വെച്ച് പിടിപ്പിക്കുവാണ്. ഇവിടെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ സിബ് കാണാത്ത രീതിയിൽ. ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് നിർത്തി കൊടുക്കാം. ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ വേസ്റ്റ് ഭാഗം നമുക്ക് മടക്കാൻ അത്രയും വേണ്ട. ഞാൻ അതുകൊണ്ട് ഇത്ര ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കണം. ഇങ്ങനെ ഇരിക്കുന്ന സിബ് ഇതിനെ പടിയെ നമ്മൾ ഇങ്ങോട്ട് അങ്ങ് മടക്കും. അപ്പോൾ സിബ് ഉള്ളിലായേ. എന്നിട്ട് ഇതിനെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം. എൻഡ് ഭാഗം അവസാനിക്കാറാകുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണേ. ഇങ്ങനെ വന്ന് ഇവിടെ വന്നിട്ട് പിന്നെ തിരിച്ചു കൊടുക്കണം. ഇത് ഹുക്കിൻ്റെ പടി നമ്മൾ തയ്ച്ചതുപോലെ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഒരു ബോക്സ് പോലെ നമുക്ക് തിരിച്ച് തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ ഞാൻ സിബ് വെച്ച് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. നമ്മൾ സിബ് വെച്ച് കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഹുക്ക് വെച്ച് പഠിച്ചു, ഇന്ന് നമ്മൾ സിബ് വെച്ച് പഠിച്ചു. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം സിബ് വെച്ചെടുത്തു. ഇങ്ങനെയാണ് സിബ് വെച്ച് തയ്ക്കുന്നത്. ഇനി ഇതിൻ്റെ നമ്മൾ സാധാരണ തയ്ച്ചതുപോലെ തന്നെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ക്രോസ് പീസ് വെച്ച് നമുക്ക് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് ക്രോസ് പീസ് വെച്ച് നെക്ക് തയ്ച്ച് കൊടുക്കാവേ. ഇനി നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇതിൻ്റെ അകവശം ഉൾഭാഗത്ത് ഈ പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ക്രോസ് പീസ് മടക്കി അടിക്കാം. ഇതുപോലെ മടക്കി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് പതിച്ചടിച്ച് കൊടുക്കും. ഇനി ഇതിൻ്റെ അകവശത്ത് കട്ട് ചെയ്ത് കളയാൻ ഇല്ല, കുറച്ചേ ഉള്ളൂ. ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൻ്റെ ഷോൾഡർ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാവേ. ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലോട്ടാക്കി ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്ക് ഈ സൈഡിലെ ഷോൾഡർ കൊണ്ടൊന്ന് അടിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. ഇതാ ഇവിടെ നിന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ട്, അപ്പം ഇങ്ങനെ തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കുള്ളതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്ലീവ് കൂടെ ഒന്ന് വെച്ച് കൊടുക്കാവേ. ഇതൊരടിയും കൂടെ അടിച്ചെടുക്കാവേ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ നോക്കണേ, ഇല്ലെങ്കിൽ നൈറ്റിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് സ്റ്റിച്ച് വിട്ടുപോകും. ഇനി ഇതിനെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സൈഡ് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സിബ് വെച്ച് നിങ്ങളും ചെയ്ത് നോക്കണേ. കഴിഞ്ഞ ദിവസത്തെ നമ്മൾ സിബ് വെച്ചാണ് തയ്ച്ചത്, ഇന്നത്തെ നമ്മൾ സിബ് വെച്ചാണ് തയ്ച്ച നൈറ്റിയെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് പറഞ്ഞു തരാം. ഷേപ്പ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ മറ സൈഡിലൂടെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് മറ സൈഡിലൂടെ ഷേപ്പ് ചെയ്ത് ഇതിൻ്റെ താഴെ ഭാഗം കൂടെ ഒന്ന് മടക്കി അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് നമ്മളിപ്പം സിബ് വെച്ച് സ്റ്റിച്ച് ചെയ്ത നൈറ്റി, ചുരിദാർ കെട്ടി നൈറ്റിയെ. അപ്പം ഇന്നലെ ഇതിൻ്റെ വീഡിയോ ഞാൻ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 3 എണ്ണം നമ്മൾ ഒന്നിച്ചിട്ട് കട്ട് ചെയ്യുമായിരുന്നു. അപ്പം ഇത് 3 എണ്ണം ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഒരെണ്ണത്തിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണിച്ചിട്ടുള്ളായിരുന്നു. ഇതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.